ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ ടൂറിന്റെ ഡേ 2 എത്തിയിരിക്കുകയാണ്. ഇപ്പൊ പൂനെയിൽ എന്തോ ആണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ബാംഗ്ലൂരിൽ എത്തിയത്ര തണുപ്പില്ല ഗൈസ്. ഈ വീഡിയോ ഞാൻ ഇടുമെന്ന് ഉറപ്പൊന്നുമില്ല, കാരണം ചുമ്മാ. പിന്നെ ഞങ്ങളിപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മൾ എണീറ്റപ്പോഴേക്കും ഒരു 8:30 സംതിങ് ആയിരുന്നു. പൂനെ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ വഴി കാണാം. ഭയങ്കര തണുപ്പില്ല, ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ ഗൈസ്. ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കിട്ടിയത് ബ്രെഡ് ഓംലേറ്റ് ആണ്. നമ്മുടെ കയ്യിലുള്ള ബ്രെഡും കൂടെ എടുത്ത്, നമ്മുടെ കയ്യിൽ ബ്രെഡ്, നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടാണ് വരുന്നത് ട്രെയിനിലിരുന്ന് കഴിക്കാനായിട്ട്. ഇത് കാരണം ഇതിൽ 2 ബ്രെഡ് ഉള്ളൂ, സോ അത് ഇനഫ് ആയിരിക്കില്ല. അപ്പൊ ബൈ ഗൈസ്. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളെല്ലാവരും കൂടി അന്താക്ഷരി കളിക്കാൻ വേണ്ടി പോയി. കാരണം എത്ര നേരം എന്ന് വെച്ചാൽ ട്രെയിനിൽ ബോറടിച്ചിരിക്കുന്നത്. സോ നമ്മളെല്ലാവരും കൂടി അത് കളിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ സമയമായിരുന്നു. ലഞ്ചിന് നമുക്ക് കിട്ടിയത് റൈസും പിന്നെ എന്തോ ഒരു ദാളും പൊട്ടറ്റോ പോലത്തെ ഒരു കറിയും ചപ്പാത്തിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവർ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഇടുന്ന ഡ്രസ്സിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ. അങ്ങനെ നമ്മൾ അതെല്ലാം കുറച്ച് നേരം കേട്ടു. അപ്പോഴേക്കും സമയം ഒരു 2 മണി 2:30 ആയിരുന്നു. നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു ഗൈസ്. ഹേ ഗൈസ്, നമ്മളിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണം എന്നുള്ള കാര്യം മറന്നു പോയിരിക്കുകയാണ് ട്രെയിനിലായതുകൊണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. അതൊരു 8:30 ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ തംസ് അപ്പ് ഹില്ലൊക്കെ കണ്ടു, അത്യാവശ്യം അടിപൊളിയായിരുന്നു. അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, എന്നോട് ആരും ചോദിച്ചില്ല ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെ. പിന്നെ സ്വന്തമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഇത് ഇവിടുത്തെ ഒരു ചേച്ചി ഇട്ട് കൊടുത്ത മെഹന്തിയാണ്. ബൈ മെർലിൻ, ബൈ. ക്ലാസ്സിൽ വരണേ. പറ, ട്രിപ്പ് എങ്ങനെയുണ്ട്? പറഞ്ഞ ട്രിപ്പാണ്. ഇത്രയ്ക്ക് വലിയ ട്രിപ്പ് നമ്മൾ കണ്ടില്ല. നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട്. അതാണ് എൻ്റെ ജോമോൻ ചേട്ടനും അവിടെ എൻ്റെ ഹിന്ദിക്കാര് ഫ്രണ്ട്സ് ആണ്. ഒരാൾ കുളൂലാണ്. നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ പോയതാണ്. എക്സൈറ്റ്മെന്റ്. പിന്നെ ഞങ്ങൾക്ക് ഡേറ്റ്സ് നീതുമാൻ തന്നാണ്, എല്ലാവർക്കും കൊടുക്കണത് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളത് വലുത്. എന്റെ ക്ലാസ്സിലെ കുട്ടികൾ ആരെങ്കിലും ഈ വ്ലോഗ് കാണുകയാണെങ്കിൽ എന്തിനാ തന്നെ എന്തൊക്കെയോ അത് ഫുൾ പിസ്സ സാധനങ്ങൾ മേടിച്ചിട്ട് പോയി. അവർ ഞങ്ങളിപ്പോൾ എവിടെ എത്തിയത് ഞാൻ പറയാം, വെയിറ്റ് ചെയ്യൂ. കിട്ടും. അയ്യോ, വടാപ്പാവ് പോയിടി. എവിടെ പട്ടാളക്കാര്? ഇപ്പൊ കിട്ടിയേനെ അവരുടെ. ദേടി എന്താണ്ടൊക്കെ സാധനം തിന്ന. അതാ ആണോ? നമുക്കതൊന്ന് വാങ്ങിയാലോ? എന്താ ആണോ? ഗൈസ്, ഞങ്ങള് പേരയ്ക്ക വാങ്ങാൻ വേണ്ടി. അണ്ണാ അതോ പേരയ്ക്ക? ദോ 30. ദോട്ടോ അണ്ണാ, ദോ വലുതിനാ? 30 रुपए का ഇതില്ല, മസാല. താങ്ക് യു ഗൈസ്.
ഗൈസ് ഞങ്ങള് 30 രൂപയ്ക്ക് ഒരു വലിയ പേരയ്ക്ക് വാങ്ങിച്ചു. ഇത് ലാഭമാണെന്ന് തോന്നുന്നു, കാരണം നമ്മുടെ മംഗളാരത്തൊക്കെ ഭയങ്കര പൈസയാണ് പേരയ്ക്ക്. അന്നെ കത്തില്ല കത്തി. നമ്മളിത് ഇവിടെ വലിയ പീസ് എടുത്തു കഴിച്ചു. എനിക്കത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ കത്തി എടുത്ത് മുറിക്കാൻ തീരുമാനിച്ചു. എത്രയും അത് ചെറുതാണ്. ഉപ്പ് മാത്രമേ നല്ലതാണോ പേരയ്ക്ക? നല്ലതാണോ? നമ്മള് സെലക്ട് ചെയ്യാണോ? അല്ലല്ല, അവരെടുത്തരും. ഗൈസ് ഞങ്ങൾക്കിപ്പോ ചായ വന്നിരിക്കുകയാണ്. ഗൈസ് ഞങ്ങൾക്കപ്പോൾ ചായ വന്നിരിക്കുകയാണ്. നമുക്ക് ചായക്ക് ഇന്ന് കഴിക്കാനായിട്ടുള്ളത് സമൂസയും ചായയുമാണ് കഴിക്കുന്നത്. എന്താ ഈ ചായ കുടിച്ചില്ല നമുക്കിപ്പോ അസുഖങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് കിട്ടുന്നത് മസാല ചായയാണ് ഗൈസ്. അപ്പൊ നമുക്ക് കുഴപ്പമില്ല, അത് കുടിക്കാനൊക്കെ പറ്റും. അത് മസാല ചായയാണ്. മുളക് പൊടി ഗരം മസാല ഇട്ടിട്ടുള്ള ചായയാണ്. അല്ല, ഏലക്കായ ഇട്ടിട്ടുള്ള ചായ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ചായ കുടിച്ചിട്ട് കാണാൻ കഴിയും. എല്ലാരും വന്ന് ചായ കുടിക്കാൻ ടൈമൊക്കെ ആയി. ചായ കുടിക്കാൻ സമൂസ ആർക്കും വേണ്ടാണ്ട് കളയാണ്ടായി. ഗൈസ് ഇതാണ് ദേവു. ഇവളിപ്പോ ഉറക്കത്തിന് എണീറ്റ് വന്നതാണ്. പിന്നെ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ ഗൈസ് അവിടെ ഭയങ്കര സൺഫ്ലവറിന്റെ ഒരു പാടമുണ്ട്. അത് ഫാമിലി ട്രിപ്പ് അല്ല എല്ലാരും. ഇവിടെ ഉള്ളവർക്ക് ഇതൊന്നും വേണ്ടടി. എന്താ ഗൈസ് അങ്ങനെ വിനാറി നമ്മുടെ ഇത് പൊട്ടിച്ചിരിക്കുകയാണ്. അത് വേണ്ട, മധുരം വേണ്ട, മധുരം വേണ്ട, എരിവ് മതി. എരിവ് മതിക്കല്ലേ? ഞാൻ പൊട്ടിച്ചടി ഓൾറെഡി. എന്തുവാ കലേ? എന്തുവാടി? ഞങ്ങളിപ്പോ എവിടെ എത്തിയിരിക്കുന്ന ഗൈസ് എനിക്ക് അറിയില്ല എവിടെയാന്ന്. എവിടെയെങ്ങാണ്ടൊക്കെയാണ്. നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് കിട്ടിയത് ബിരിയാണിയാണ്. പാട്ടും ബഹളത്തിനും ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണത്. ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കയറി കിടക്കും, കാരണം നാളെയും ട്രെയിനിൽ തന്നെയാണ് ഉച്ചവരെ. സോ നമ്മളിനി ഉറങ്ങാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. നാളെ നമ്മൾ ഡൽഹിയിലെത്തും. ബാക്കിയൊക്കെ അവിടെ നിന്ന് കാണാം ഗൈസ്. നമ്മളിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് ഉറങ്ങാൻ വേണ്ടി പോവാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. രാത്രി 9 മണിയായിട്ട്. പക്ഷേ നമ്മൾ നേരത്തെ കിടക്കാൻ തീരുമാനിച്ചു. കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ഭയങ്കര ടയർഡായി ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ കിടക്കാൻ തീരുമാനിച്ചു. നാളെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മൾ എത്തുക 12:30 ആകുമ്പോൾ നമ്മൾ എത്തും. അതുകൊണ്ട് അപ്പോൾ ബൈ ഗൈസ്.